ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്നാ പിന്നെ നമ്മൾ ഇതിൽ നിന്ന് തുടങ്ങുന്നു. ഞാൻ ഡ്രൈവർ, നീ എന്റെ ശിഷ്യൻ. പുതിയ രൂപം, പുതിയ ഭാവം. നമ്മൾ തുടങ്ങാടാ ഒരു നല്ല പുതിയ ജീവിതം പിടിച്ചെടുക്കാൻ. രഞ്ജനുമായിട്ട് അടുത്ത പരിചയമാണല്ലേ? ആ, അമ്മയ്ക്ക് കുറെ നാൾ മുമ്പ് ഫിനാൻസ് പരിപാടി ഉണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ പിരിവും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഞാനായിരുന്നു. അപ്പോ അന്നത്തെ ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു രഞ്ജന്റെ അച്ഛൻ. ആ, രഞ്ജന്റെ അച്ഛൻ മാത്രമല്ല, അന്നത്തെ ഒട്ടുമിക്ക ബിസിനസ്സുകാരും ഒരു ആശ്രയമായി കണ്ടിരുന്നത് സത്യാമ്മയെ തന്നെയാ. ഞാനും അക്കാര്യത്തിൽ സത്യാമ്മയോട് കടപ്പെട്ട ആളാ. ഞാൻ എന്റെ ആദ്യത്തെ ലോറി വാങ്ങാൻ കാശ് വാങ്ങിയതും സത്യാമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയാ. അമ്മയുടെ കൈനീട്ടം കിട്ടി രക്ഷപ്പെട്ടവരേ ഉള്ളൂ. പക്ഷെ അതാര് സാറ് പറയുന്ന പോലെ പറയില്ലെന്ന് മാത്രം. അയ്യോ, വിഷ്ണു എന്നെ സാറേന്നൊന്നും വിളിക്കണ്ട. എന്റെ പേര് സുബൈർ. എല്ലാവരും സ്നേഹത്തോടെ സുബൈർക്കാന്ന് വിളിക്കും. വിഷ്ണുവും അങ്ങനെ തന്നെ വിളിച്ചാ മതി. കേൾക്കാനും വിളിക്കാനും മനസ്സിന്റെ അടുപ്പം നിലനിൽക്കാനും ഒക്കെ ആ വിളി തന്നെയാ നല്ലത്. സാറേ, ഞാൻ വന്നതിന്റെ കാര്യം രഞ്ജൻ പറഞ്ഞു കാണുമല്ലോ. എന്ത് പണിയെടുക്കാനും ഞാൻ തയ്യാറാ. എനിക്കൊരു ജോലി വേണം, അതുകൊണ്ടാ. ഇവിടെ ഉള്ളത് ഡ്രൈവർ പണിയാ. ലോറി ഓടിക്കില്ലേ? ഹെവി ലൈസൻസ് ഉള്ളതല്ലേ? ആ, അതൊക്കെ ഉള്ളതാ. പിന്നെ അറിയാലോ, കുറച്ച് റിസ്ക് ഉള്ള പണിയാ. തടിയെടുക്കാനും മറ്റുമൊക്കെ ആയി കൂപ്പിലൊക്കെ പോവേണ്ടി വരും. എന്ത് പണി പറഞ്ഞാലും ചെയ്യേണ്ടിയും വരും. അതിലൊന്നും ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോ അത്യാവശ്യം ഒരു ജോലിയാ. സത്യാമ്മ എങ്ങനെയാ ജീവിച്ചിരുന്നതെന്നും അവരുടെ സമ്പത്തും പ്രൗഢിയും എന്തായിരുന്നു എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ മകൻ ഒരു ജോലിക്കായി വരണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തായിരിക്കുമെന്ന് എനിക്ക് ചോദിച്ചറിയാതെ തന്നെ ഊഹിക്കാവുന്നതാണ്. എന്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചവരെ എനിക്കൊരിക്കലും കൈവിടാനാവില്ല. അവരെ കൂടെ നിർത്താനും അവരുടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാനും എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യും. ചില ചതികൾ വരുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് തന്നെയാവും സുബൈർക്ക. അങ്ങനെ ഒരു ചതിയിൽ എൻ്റെ അമ്മ പെട്ടു. ചതിക്ക് സപ്പോർട്ടായിട്ട് മകനെ പോലെ വളർത്തി കൊണ്ടുവന്നവൻ കൂടി കൂട്ടിയിരുന്നപ്പോ അമ്മ തളർന്നു. ഒപ്പം എൻ്റെ കുടുംബവും വീണു. അതിന്ന് രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമം. ഇക്കിടം മുമ്പിൽ വന്നിങ്ങനെ നിൽക്കേണ്ടി വന്നത് അതുകൊണ്ടാ. ഈ ദുനിയാവ് നല്ല മനുഷ്യരെ കൊണ്ടല്ല വിഷ്ണു നിറഞ്ഞു നിൽക്കുന്നത്, പിശാചുക്കളെ കൊണ്ടാ. അവരുടെ ഇടയിൽ നമ്മളെ പോലുള്ള മനുഷ്യരെ ഇട്ടിട്ട് ദൈവം നിന്ന് ചിരിക്കുക. നീ ഇതിൽ നിന്നൊന്ന് കരകയറി കാണിക്കേ, ഞാനൊന്ന് കാണട്ടെ എന്ന്. അത്തരം വെല്ലുവിളികളാ നമ്മുടെ ഈ ജീവിതം. പിന്നെ ഇവിടെ ഇപ്പോ ലോറികൾക്കെല്ലാം ഡ്രൈവർമാരുണ്ട്. പിന്നെ ഒരു ലോറിയുടെ ഡ്രൈവർ നാട്ടിൽ പോയിട്ട് മാസം 1 ആവാൻ പോകുന്നു. ഞാൻ അയാളെ ഒന്ന് വിളിക്കട്ടെ. അയാൾക്ക് ജോലിയിൽ കയറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലോറിയിൽ കയറാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. വിഷ്ണുവിനെ എനിക്കങ്ങനെ തള്ളിക്കളയാനാവില്ലല്ലോ. വലിയ ഉപകാരിക്ക, നിങ്ങളെ ദൈവം രക്ഷിക്കും. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ കുറെ അധികം അലഞ്ഞു. എല്ലായിടത്തും വിദ്യാഭ്യാസമുള്ളവരെ മാത്രമേ അവർക്ക് വേണ്ടൂ. പലരും ഒഴിവാക്കി വിട്ടു. ആ സങ്കടം ഞാൻ രഞ്ജൻ വിളിച്ചപ്പോ പറഞ്ഞു. അങ്ങനെ സുബൈർക്കയുടെ പേര് രഞ്ജൻ പറഞ്ഞതേ. അപ്പോ ചെന്നു നോക്ക്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഇക്ക കൈവിടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഉറപ്പില ഞാൻ ഇങ്ങോട്ട് പോന്നേ. ഓക്കെ വിഷ്ണു, ഇതെല്ലാം മുകളിലിരിക്കുന്നവന്റെ തീരുമാനങ്ങളാ. ഇല്ലെങ്കിൽ പിന്നെ എന്റെ മുന്നിൽ തന്നെ വിഷ്ണുവിനെ കൊണ്ട് നിർത്തില്ലായിരുന്നല്ലോ. എനിക്കൊരു കടം വീട്ടാനുള്ള അവസരം ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞാ മതി. അപ്പൊ പറഞ്ഞ പോലെ എന്റെ ഒരു ലോറി ഇന്നു മുതൽ വിഷ്ണു ഓടിക്കും. പിന്നെ ലോറി പണി അറിയാലോ. മനോധൈര്യം മാത്രമല്ല, ഒരല്പം തന്റെ ഇടം കൂടെ ഉണ്ടെങ്കിലേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. തീയിൽ കുരുത്തവനോട് പൂത്തിരി കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കിട്ടിയടാ, ജോലി കിട്ടി. നമുക്കിത് ആഘോഷിക്കണം. നിനക്കെന്താ വേണ്ട പറ. അതെ, എനിക്കധികം സന്തോഷമൊന്നുമില്ല. അത് അങ്ങനെ ഒരു ടോക്ക്. എനിക്കൊരു പണി കിട്ടാൻ വേണ്ടിട്ട് ഏറ്റവും ആഗ്രഹിച്ചത് നീയല്ലേ? അവിടെ ഇപ്പോ എന്താ ജോലി? ഡ്രൈവർ. വേറെ ഡ്രൈവർ അല്ല, ലോറി ഓടിക്കുന്ന ഡ്രൈവർ. അതത്ര ചെറിയ കാര്യമൊന്നുമല്ല, മനസ്സിലായ? എന്റെ ആശാനെ പോലെ ഒരാള് വെറൊരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു പറയുമ്പോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും അല്ല. എടാ, നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തോന്നണതാ.
മറ്റുള്ളവർക്ക് അത് തോന്നണമെന്നുണ്ടോ? ഏ മറ്റുള്ളവർക്ക് മുമ്പില് ഞാൻ പറഞ്ഞത് 4ാം ക്ലാസ് ഗുസ്തിയാ. എനിക്ക് ഇപ്പൊ കിട്ടിയ ഈ ജോലി തന്നെ വലിയ മഹാഭാഗ്യം എന്ന് കരുതിയാ മതി. ആശാനെ അതൊക്കെ ശരി തന്നെ. ആശാൻ ഒരു ലോറി വാങ്ങിച്ച ആ ലോറിയെ ഓടിക്കുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. സ്വന്തം ലോറിയല്ലേ, എത്രയോ മുതലാളിമാർ അങ്ങനെ ഓടിക്കുന്നുണ്ട്. ഇത് വല്ലവർക്കും വേണ്ടി മണ്ണടിക്കാനും തടിയെടുക്കാനും പോവാന്ന് വെച്ചാ ഒന്നുമല്ലല്ലോ. ആശാൻ കലക്ടറിന്റെ ഭർത്താവല്ലേ, ഏട്ടനെ പോലെ ആശാൻ ഓർത്തില്ലല്ലോ. നിർത്ത്. എല്ലാ പണിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സുണ്ട് കേട്ടാ. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ ഭാര്യ തന്നെയാ. അതുകൊണ്ട് നീ അത് കളാ, അവൾ അറിഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല. എടാ കമല, എന്നെ പോലുള്ളവന് ഈ കോട്ടും സുട്ടിട്ടുള്ള ജോലിയൊന്നും കിട്ടില്ല. എടാ ഇന്നത്തെ കാലത്ത് 4 അക്ഷരം പഠിച്ചവനെ മാർക്കറ്റുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിലേ 2 കാര്യങ്ങൾക്കായിട്ട് നടക്കണം. ഒന്ന് കല്യാണം, മറ്റൊന്നേ ഇതുപോലെ ജോലി തേടി നടക്കുക. 2 പഠിപ്പ് വലിയൊരു പ്രശ്നമാണ്. കല്യാണം പിന്നെ എങ്ങനെയാ നടന്നത് എനിക്കറിയാം, അതുകൊണ്ട് അതെങ്ങനെയൊക്കെ പോയി. പക്ഷെ ഇതെന്നെ അങ്ങ് വട്ടം കയറി പിടിച്ചു. അതിൽ നിന്നുള്ള രക്ഷയുടെ ഈ ഡ്രൈവർ പണി. എന്നാലും ഈ ലോറി നിർത്ത്. നീ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ജോലി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിലൊരു മാറ്റമൊന്നുമില്ല. ആശാനെ എന്നാലും ഇത് ഒരെന്നാലും ഇല്ല. എടാ പണ്ടത്തെ കാലമൊന്നുമല്ല. നേരത്തെ നമ്മള് ഗുണ്ടാപ്പിരി വാർത്തോളം വലിയ കാശ് പിരിക്കാനും തിണ്ണമടുക്ക് കാണിച്ചു തരുന്ന പോലെ ഇനി നടക്കാൻ പറ്റില്ല. അതേ പണ്ടത്തെ ചോരത്തിളപ്പിന്റെ പ്രായമൊക്കെ മാറി കേട്ടാ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഈ നാടൻ തല്ലുകൊണ്ടേ ഇപ്പോഴത്തെ പിള്ളേരെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ പരിപ്പെടുത്ത് കളയും. പിന്നെ ജീവിക്കാനായിട്ട് ഇങ്ങനെ പല വേഷം കെട്ടേണ്ടി വരൂടാ. അതിലൊരു വേഷം ഇത്. അങ്ങനെയും കരുതിയാ മതി. എന്നാ പിന്നെ പോയാലോ? എങ്ങോട്ട്? എടാ പൊട്ട, എനിക്ക് ജോലി കിട്ടിയ ചെലവ് വേണ്ടേ? എന്നാലും ആശാനെ അത്രയും വലിയ വീട്ടിൽ കഴിഞ്ഞ സത്യമ്മയുടെ മകൻ. എടാ സത്യഭാമയുടെ മകനായതുകൊണ്ടാ അന്തസ്സായിട്ട് പണിയെടുത്ത് തന്നെ കഴിയണമെന്നുള്ള ചിന്ത ഉണ്ടായത്. മുമ്പ് വാടക വീട്ടിൽ കഴിഞ്ഞതും മരമില്ല് പണിക്ക് പോയതൊന്നും നീ മറന്നു കാണാൻ വഴിയില്ലല്ലോ. അതൊക്കെ ഓർമ്മയുണ്ട്. ആ എന്നാ പിന്നെ നമ്മൾ ഇതിൽ നിന്ന് തുടങ്ങുന്നു. ഞാൻ ഡ്രൈവർ, നീ എന്റെ ശിഷ്യൻ. പുതിയ രൂപം, പുതിയ ഭാവം. നമ്മൾ തുടങ്ങാടാ ഒരു നല്ല പുതിയ ജീവിതം പിടിച്ചെടുക്കാൻ.